അവസാനം വിനയചന്ദ്രൻ മാഷും ചാന്ദിനി ടീച്ചറും ഒന്നായി. ആ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറിയ വിനയചന്ദ്രൻ മാഷെ ആ ചാന്ദിനി ടീച്ചർ അങ്ങ് സ്വന്തമാക്കി. ഇന്ന് അവർ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ ആ പഴയ 10ാം ക്ലാസ് ബാച്ച് ഇപ്പോഴും മാഷിനെ കാണാൻ വരാറുണ്ട്. പലവരും ലോകത്തിൻ്റെ പല ഭാഗത്തും വലിയ ഉന്നത സ്ഥാനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള ഓരോ കഴിവിനെയും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ മാഷ് വേണ്ടി വന്നു അതിനെയെല്ലാം പുറത്തെടുക്കാൻ. അതെല്ലാം പുറത്തെടുത്തു. തൻ്റെ കഴിവുകൾ കൊണ്ട് അവർ വിജയിച്ചു. ഇന്ന് അവർ വലിയ സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്. എന്നാലും അവർക്ക് അവരുടെ മാഷിനെ മറക്കാനാകില്ല. കാരണം അവരുടെ പടച്ചവൻ തന്നെയാണ് അവരുടെ മാഷ്. ആ മാഷ് വെറുതെ അവിടെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങാൻ വേണ്ടി വന്ന ഒരാളായിരുന്നില്ല. മറിച്ച് താൻ പഠിപ്പിക്കുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹിച്ച ഒരാളായിരുന്നു. ഇന്ന് മാഷിൻ്റെയും ടീച്ചറുടെയും കൂടെയാണ് ടീച്ചറുടെ അമ്മ നിൽക്കുന്നത്. ഇന്ന് മാഷിനും ടീച്ചർക്കും ഒരു കുഞ്ഞാറ്റക്കുട്ടിയുണ്ട് കേട്ടോ. ടീച്ചറുടെ അമ്മ കുഞ്ഞാറ്റയെ എന്നാണ് വിളിക്കാറുള്ളത്. അത് കേട്ട് മാഷും ടീച്ചറുമെല്ലാം കുഞ്ഞാറ്റയെ എന്ന് തന്നെയാണ് ആ കുഞ്ഞു മോളെ വിളിച്ചിരുന്നത്. ആ മോളുടെ യഥാർത്ഥ പേര് വിദ്യ എന്നാണ്. മാഷിട്ട പേരാണ് വിദ്യ എന്ന്. ആ വിദ്യക്കുട്ടിയുടെ വിദ്യ എന്ന പേര് സത്യത്തിൽ ആർക്കും അറിയില്ല. കാരണം അത് മറന്നു എന്ന് തന്നെ പറയാം. കാരണം ടീച്ചറുടെ അമ്മ കുഞ്ഞാറ്റ എന്ന് വിളിച്ച് ആ വണ്ണാമല ഗ്രാമമാകെ ആ കുഞ്ഞാറ്റക്കുട്ടിയെ അറിയാം. എല്ലാവരുടെ ഉള്ളിലും കുഞ്ഞാറ്റക്കുട്ടി തന്നെയാണ് ആ കുട്ടി. എല്ലാവർക്കും വിനയചന്ദ്ര മാഷിനെ വലിയ കാര്യമാണ്. ആ സ്നേഹം മാഷിൻ്റെ കുഞ്ഞിനോടും അവർ കാണിക്കുന്നുണ്ട്. മാഷ് ആ വണ്ണാമല നാടിൻ്റെ അഭിമാനം തന്നെയാണ്. കാരണം ആ നാടാകെ അന്നം നിന്ന് പോകുമായിരുന്നു. മാഷിൻ്റെ വരവോട് കൂടിയാണ് ആ നാട് ഉണർന്നത്. ആ നാട്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ? അവിടെയുള്ളവർ പഠിച്ചു വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടോ? എല്ലാത്തിനും കാരണം മാഷാണ്. കാരണം വണ്ണാമല സ്കൂൾ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. അവിടുത്തെ അധ്യാപകനാണോ അല്ലെങ്കിൽ അധ്യാപികയാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഭാവമായിരുന്നു. എന്നാൽ ഇന്ന് മറിച്ച് അങ്ങനെയല്ല. അവിടെ പഠിപ്പിക്കുന്ന മാഷാണോ അല്ല ടീച്ചറാണോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സിന്. പണ്ടതില്ലായിരുന്നു. പണ്ട് ജോലിയൊന്നുമില്ലാതെ വെറുതെ പോകുന്നു. ആ ഒരു രീതിയായിരുന്നു ആ സ്കൂളിലുള്ള അധ്യാപികമാരെ പറ്റി മറ്റുള്ളവർ പറഞ്ഞിരുന്നത്. വെറുതെ ഒരു സ്കൂൾ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് ആ നാടിൻ്റെ കേന്ദ്ര വെളിച്ച സ്ഥാനമാണ് ആ സ്കൂൾ. ആ സ്കൂളിലുണ്ടെങ്കിലേ ഇന്ന് ആ നാടുള്ളൂ. കാരണം എല്ലാവരും ഒരുപാട് സമ്പന്നരൊന്നുമല്ല, ഒരു ഇടനിലക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ അവർക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ അവർക്കൊരു സാധാരണ ഗവൺമെൻറ് സ്കൂൾ തന്നെ വേണം. ആ സ്കൂളാവട്ടെ നല്ല ഉന്നത നിലവാരമുള്ളതാണെങ്കിൽ മാതാപിതാക്കൾക്ക് അത്രയും സന്തോഷമല്ലേ. അത്രയും നിലവാരത്തിൽ ഇന്ന് ആ സ്കൂൾ മാറിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ സ്കൂളൊന്നുമില്ല. സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം കാരണം വിനയചന്ദ്രൻ മാഷാണ്. ആ മാഷ് ആ നാടിനും സ്കൂളിനും വേണ്ടി ചെയ്തതെല്ലാം തൻ്റെ അച്ഛൻ ചെയ്തു പോയ ഓരോ കയ്യബദ്ധം കാരണമാണ്. പക്ഷേ അതിനെല്ലാം പകരമായി അതിലേറെ 100 മേനി വിജയമാണ് ആ മാഷ് ആ സ്കൂളിന് വേണ്ടി ചെയ്തു കൊടുത്തത്. മാഷിനെ അവിടെ പഠിക്കുന്ന കുട്ടികൾ മാഷിൻ്റെ സ്വന്തം മക്കളെപ്പോലെ കണ്ടായിരുന്നു മാഷ് അവരെ പഠിപ്പിച്ചിരുന്നതും അവരെ സ്നേഹിച്ചിരുന്നതും. എന്നാൽ ഇന്ന് മാഷ് ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം താൻ പഠിപ്പിച്ച ഓരോ കുട്ടികളും ലോകത്തിൻ്റെ പല ഭാഗത്തും വലിയ ഉന്നത സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്. അതിൽ മാഷ് ഒരുപാട് സന്തോഷിക്കുന്നു. ഇന്നും മാഷ് അവിടെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ചാന്ദിനി ടീച്ചറും അവിടെയുണ്ട്. കുറുപ്പ് മാഷ് അവിടെ നിന്നും റിട്ടയർഡ് ആയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഈ മാഷ് പണ്ടുള്ള ടീച്ചേഴ്സൊന്നും ഇന്ന് അവിടെയില്ല. എങ്കിലും ഇവരെല്ലാവരും കൂടി ഒത്തുകൂടാറുണ്ട്. അവർക്ക് അത്ര പെട്ടെന്നൊന്നും പിരിയാൻ കഴിയില്ല. ഇവരുടെയെല്ലാം അടിത്തറ വിനയചന്ദ്രൻ മാഷ് തന്നെയാണ് കേട്ടോ. പിന്നീട് ഒരിക്കലും വിനയചന്ദ്രൻ മാഷെ പോലെ ഒരു അധ്യാപകൻ ആ സ്കൂളിൽ എത്തിപ്പെട്ടിട്ടില്ല. വന്നവരെയെല്ലാം വിനയചന്ദ്രൻ മാഷെ പോലെയാക്കാൻ വിനയചന്ദ്രൻ മാഷ് ഒരുപാട് കഷ്ടപ്പെട്ടു. ആ മാഷെ കണ്ട് മറ്റുള്ളവർ അതുപോലെ ആവാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ മാഷൊരു ഒന്നൊന്നര മാഷ് തന്നെയാണ്. ഇതുപോലൊരു മാഷ് വേറെയില്ല. കാരണം താൻ പഠിപ്പിക്കുന്ന കുട്ടികളെ തൻ്റെ സ്വന്തം മക്കളായി കണ്ട് അവരെ ഒരിക്കലും തോൽക്കാൻ ഞാൻ വിടില്ല എന്ന ഒറ്റ ചിന്തയോടുകൂടി അവരെ ഉന്നത സ്ഥാനങ്ങളിലെത്തിച്ച ഒരു പൊന്ന് കിരീടം തന്നെയാണ് മാഷ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഏത് സിനിമയുടെ തുടർ കഥയാണ് പറയേണ്ടതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക.
ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.